ഹായ്, ഹലോ എൻ്റെ കൂട്ടുകാരെ. ഇന്നലെ ഒരു യാത്രയാണ്. ഇന്നലെ തന്നെയല്ല, ഊട്ടുമുക്കാലും ദിവസങ്ങളിൽ ഞാൻ യാത്രയാണ്. എനിക്ക് യാത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞാൻ അന്നേരം ഈ യാത്രകളൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെല്ലാം ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിടത്തും നിരോധിച്ചിട്ട് ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ ഭിക്ഷക്കാരിതിരെ ഭിക്ഷ അയക്കുന്നുണ്ട്. നമ്മുടെ ഈ കലൂര്, എടപ്പള്ളി, ഗുരുവായൂര്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭിക്ഷക്കാരാണ്. ഭിക്ഷക്കാരെ കൊണ്ടുണ്ടല്ലോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും. ഈ ഭിക്ഷ അയക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനേ, ഒരു ചായ കുടിക്കാനേ, ഇതിനൊക്കെ വേണ്ടി ഭിക്ഷ അയക്കുന്നത്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ വലിയ മദ്യപാനികൾ, സ്ത്രീകളൊക്കെ ഒട്ടും കാലം കൂടുതൽ ഇരിക്കുന്നതാണ്. അവരൊന്നും വലിയ മദ്യപാനികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഏറ്റവും പ്രായമുള്ള ആൾക്കാരാണ്. പ്രായമുള്ള ആൾക്കാരൊക്കെ, വയസ്സ് ചെന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ആരും വീട്ടിലുള്ള ആൾക്കാരൊന്നും നോക്കാതൊക്കെ പുറത്ത് ചാടുന്ന ആൾക്കാരായിരിക്കും. അത് കൂടുതൽ ആൾക്കാരെ കാണുന്നത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പ്രായമുള്ളവരെയാണ് കാണുന്നത്. ചെറുപ്പക്കാരല്ല ഇതിനകത്തുള്ളത്. നോക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടായിരിക്കും, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവർക്കൊന്നും മക്കളൊന്നും നോക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പള്ളിയിലൊക്കെ പോകുന്ന ഒരാളാണ്. ഞാൻ ശരിക്കും പള്ളിയിൽ പോയാലുണ്ടല്ലോ, ഒരു സാധാരണഗതിയിൽ ഒരു മെഴുകുതിരി കത്തിക്കാറുണ്ട്. ആ മെഴുകുതിരി കത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ആ മെഴുകുതിരി കച്ചവടം നടത്തുന്ന ആളുണ്ടല്ലോ, അതൊക്കെ സാധാരണ ഒരു പ്രായമുള്ളവരെന്നുള്ള പെണ്ണുങ്ങളാണ്. അവരുടെ ഉപജീവനമാർഗ്ഗമാണത്. അന്നേരം അവർക്കൊരു 10 പൈസ കിട്ടിക്കോട്ടെന്നും കൊണ്ടാണ് ഞാൻ ആ മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കുന്നത്. അന്നേരം ഈ പള്ളികൾക്കൊക്കെ എന്തുവേണ്ടി പൈസ ആൾക്കാർ ശരിക്കും പറഞ്ഞ് കലൂർ പള്ളിയിലുണ്ടല്ലോ പൈസ ഇടുന്നത് ഭയങ്കര വലിയ വരുമാനങ്ങളാണ് ഓരോരുത്തർ കൊണ്ടിടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പള്ളിയിൽ പോയി 10 പൈസ ഇടാത്ത ഒരാളാണ്. ഞാൻ ഇടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പള്ളി പൈസ ഇടുന്ന പൈസ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? ആ വഴിയോരങ്ങളിലുള്ള ആൾക്കാരില്ലേ, അവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നേർച്ച ഇടുന്നതിലും നല്ല അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കും. ആ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എനിക്കതാണ് ശരിക്കും. അവർക്കൊരു പൈസ കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷവും അവരുടെ ഒരു ആനന്ദം. അവർക്കൊരു വസ്ത്രമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് അവരെ വഴിയിൽ തോന്നിയിരിക്കുന്നത്. ഏതൊരു നല്ല ജീവിതശൈലിയുള്ള ഒരാളാണെങ്കിൽ വഴി വന്നിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്ന പിച്ചക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അതിനോടാണ് താല്പര്യം. എൻ്റെ മനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ ഇന്നലെ യാത്ര ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, എന്തുവേണ്ടി സ്ഥലങ്ങളാണ് നമുക്കിവിടെ വെറുതെ കിടക്കുന്നത്. കാട് പിടിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുക. ശരിക്കും പറഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ള തന്നെ മലയാളികൾക്ക് തന്നെ വീടില്ലാത്തവർ അനേകായിരം പേരുകൾ. എല്ലാവർക്കും വീടുണ്ടെന്ന് എല്ലാവരുടെയും വിചാരം അതാണ്. പക്ഷേ അതൊക്കെ വെറുതെയാണ്. ഒത്തിരിയും ആൾക്കാർക്ക് വീടില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ എൻ്റെ ദൈവമേ ഇത്രയും സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ 2 സെൻറ്റ്, 2.5 സെൻറ്റ്, 1.5 സെൻറ്റ് വെച്ച് കൊടുത്താൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും നല്ല ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കാശുള്ളവർ നിർമ്മിച്ചു കഴിഞ്ഞാലോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതാരും ചെയ്യുന്നില്ല. എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ്. എന്തുവേണ്ടി ആൾക്കാരിവിടെ വീടില്ലാതെ ഭക്ഷണമില്ലാതെ കിടപ്പുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ആരും കാണുന്നില്ല. അത് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ശരിക്കും ഇതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. ഭക്ഷണമില്ലാത്തവരെ, വിഷയരിക്കുന്നവരെ, വീടില്ലാത്തവരെ, സാധാരണപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ പിച്ച പോലും യാചിക്കാൻ നാണക്കേടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് വീട് പോലും ഇല്ലാതെ, ഒരു വാടകയ്ക്കാതെ താമസിക്കുന്നുണ്ടെങ്കിലും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഈ ഗവൺമെൻറ്റിനോ ഈ വലിയ വലിയ കാശുള്ളവർക്കോ ഒന്ന് സഹായിച്ചുകൂടെ? ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും വീടില്ലാത്ത ഒരാളാണ്. എനിക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. പക്ഷേ ഞാൻ പോലും വീടില്ലാതെ ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്നതാണ്. എൻ്റെ കാര്യം പിന്നെ പറയണം. ഞാനും ഈ എറണാകുളം സിറ്റിക്കകത്ത് കൊച്ചിക്കാർക്ക് തന്നെയാണ്. അല്ല, ഞാൻ പറയുമോ, എന്തുവേണ്ടി ആൾക്കാരെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പലതരത്തിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ട്. അന്നേരം കുറേ കാശുള്ളവർക്ക് ഭയങ്കര ആനന്ദവും സന്തോഷവും ഒക്കെ തന്നെയാണ്.
പക്ഷെങ്കിൽ പാവങ്ങൾക്കെന്നും ദുഃഖവും ദുരിതവും കഷ്ടതയും ഒക്കെ. ഞാനിത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാവുള്ളൂ. ഓക്കെ, ബൈ ബൈ.